ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, വാനഭുവനങ്ങളുടെ നിർമ്മിതിയുടെ കാര്യത്തിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ യുഗപ്പകർച്ചയിലും ഉണ്ടത്രേ കുറിമാനങ്ങളുണ്ടത്രേ. ആർക്ക്? ബുദ്ധിയുള്ളവർക്ക്. ആരാണ് ആ ബുദ്ധിയുള്ളവർ? അല്ലദീന, ഒരു വിഭാഗമാണ്, യദ്കുറൂന അല്ലാഹ, അവർ അല്ലാഹുവിനെ കുറിച്ച് വിചാരപ്പെടുന്നു, ഖിയാമൻ, നിന്നുകൊണ്ടും, ഖുഊദൻ, ഇരുന്നുകൊണ്ടും, അലാ ജുനൂബിഹിം, പാർശ്വങ്ങളിൽ കടന്നുകൊണ്ടും, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അവരുടെ വിചാരം. എന്നിട്ട് അവർ പറയും, അല്ലാഹുവേ, നിൻ എത്ര വലിയ, നിനക്കാണ് സങ്കീർത്തനം, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കേണമേ. ഇപ്പം രാവ് പകലാകുന്നതും പകൽ രാവാകുന്നതും നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ ഭാഗം ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഒരൊറ്റ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും ഉള്ളൂ, ഈ ഇരിക്കുന്ന സമയം നമുക്ക് കുറച്ച് ഈമാൻ എന്ന് കൂടണം. വേറെ നെയ്യത്താർക്കും ഇല്ലല്ലോ. അള്ളാഹു അത് സാധിപ്പിച്ച് തരട്ടെ. ഒരു നിമിഷത്തെ ഈമാൻ്റെ വർധനവ് ഒരുപക്ഷെ ഒരു ആയുസിൻ്റെ ഈമാൻ നിലനിർത്താൻ. എന്നിട്ട് ചെരുപ്പിടാതെ നഗ്നത മാത്രം മറച്ചുകൊണ്ട് വസ്ത്രമിടാതെ മണ്ണിൽ കടക്കുന്നു, ചെരുപ്പിടാതെ നടക്കുന്നു, കാറ്റുകൊള്ളുന്നു, അരുവികളിൽ കൈകൾ മുക്കി, വെള്ളത്തിൽ കൈമുക്കി അത് ആസ്വദിക്കുന്നു, അതിൽ ഇക്കിളിപ്പെടുന്നു, ഇക്കിളിപ്പെടുത്തുന്നു, പൂക്കളെ തലോടുന്നു, പക്ഷികൾക്ക് അരിയും ധാന്യവും ഗോതമ്പും എറിഞ്ഞു കൊടുക്കുന്നു, കാട്ടിൽ പോയി കുരങ്ങിനും ജീവികൾക്കും പഴം കൊടുക്കുന്നു, ചെറിയ മക്കളുടെ മുഖം മൃദുലമായ കവിൾത്തടം തലോടുന്നു, അവരുടെ മുടികൾക്കിടയിലൂടെ നമ്മുടെ വിരലുകൾ പായിക്കുന്നു, അല്ലെങ്കിൽ ചിത്രം വരക്കുന്നു, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇവിടെ കോടികട വ്യവസായമുണ്ട്. ഏതെങ്കിലും ഈ തരിശ് നിലങ്ങൾ ഹെക്ടർ കണക്കിന് വിലക്കെടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുന്നു, ഫാമുകൾ ഉണ്ടാക്കുന്നു, ആ ഫാമിൻ്റെ വ്ളോഗ് ചെയ്യുന്നു. ലോകത്തെ വലിയ വലിയ വ്യവസായികൾ നിലവിൽ അവരുടെ ഒഴിവ് സമയം ആനന്ദിക്കാനും ആസ്വദിക്കുവാനും വേണ്ടി ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതെന്തിന് ഈ കാര്യം ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഖുർആൻ 1400 കൊല്ലം മുമ്പ് ആ ഒരു ആനന്ദ സങ്കല്പം മുന്നോട്ട് വെക്കുന്നുണ്ട്. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളൂ അൻ ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആനന്ദ സങ്കല്പം. നാം സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു സീൻ എന്താണ്? സ്വർഗം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ സദഖനാ വഅദഹു വഔറഥന അൽ-അർദ നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ വനിഅമ അജ്റുൽ ആമിലീൻ. ഖുർആൻ ആത്യന്തികമായി മുന്നോട്ട് വെക്കുന്ന ആനന്ദ സങ്കല്പം തോട്ടങ്ങളാണ്. പൊതുവെ ചിലപ്പോൾ നമ്മൾ സ്വർഗം എന്ന് കേൾക്കും സാധനം, എന്നെപ്പോലുള്ള ജാഹിലുകളുടെ മനസ്സിൽ ആദ്യം വന്നിരുന്ന സാധനം ഇതാണ്: ഒരു വലിയ മാൾ, അമ്പരചുംബിയായ വലിയൊരു കെട്ടിടം, അവിടെ വളരെ ആർട്ടിഫിഷ്യൽ സ്വർഗത്തെക്കുറിച്ച് 4 ഭാഗത്തും പാലിൻ്റെ പുഴ, 4 ഭാഗത്തും തേനിൻ്റെ പുഴ, എങ്ങോട്ട് നോക്കിയാലും മാറിടം തുറന്നിടുന്ന സ്ത്രീകൾ, ഇതൊക്കെയാണ് അത്ര സ്വർഗത്തിലുള്ളത്. അതൊക്കെയാണ് ഖുർആൻ പറയുന്നത്. വഖാലു, സ്വർഗം നമ്മൾ വലത്തെ കാലെടുത്ത് വെച്ച് സ്വർഗം കാണുമ്പോൾ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. ഇത് വെറും ഒരു പ്രസംഗമായി പോവല്ലേ. ഇത് ഇവിടെ നടക്കുന്നത് ഉസ്താദുമാരുടെ ഭാഷയിൽ ഒരു ഖബരിയായ ഏർപ്പാടല്ല, ഒരു ഇൻഷായിയായ ഏർപ്പാടാണ്. നമ്മളിപ്പോൾ ദീൻ അനുഭവിക്കുകയാണ്, ഈമാൻ അനുഭവിക്കേണ്ടവരാണ്, അറിയേണ്ടവരല്ല. ആമീൻ ഒരു ബലവും ഇല്ല, ഒരു വെള്ളയില്ല നിങ്ങൾ ആമീനിലൊന്നും. ഇതാർക്ക് വേണ്ടിയത്? ആമീനിലെന്ന് ഒരു ചീമനില്ല. അല്ലാഹുമ്മ ബിഹഖിക ബിഫളി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് നീ നിന്റെ സ്വർഗം തരണേ റബ്ബേ. ഖാലു, സ്വർഗത്തിൽ വലത് കാല് വെച്ച് സ്വർഗം കാണുമ്പോഴേക്ക് അവരോട് പറഞ്ഞു പോവുകയായി. ഓട്ടോമാറ്റിക്കലി എന്താ പറഞ്ഞു പോവുക? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പോവുകയായി. കാരണം എന്താ? സദഖനാ വഅദ, പണ്ടേ ഞങ്ങൾ കേട്ടിരുന്ന സംഗതികളൊക്കെ നീ ഞങ്ങൾക്ക് തിരിച്ചു തന്നു, നീ നിന്റെ വാഗ്ദാനം ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു.
എന്താണ് നീ നിന്റെ വാഗ്ദാനം പൂർത്തീകരിച്ച് തന്നപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച? വഔറസനൽ അർള. എന്താണ് പറഞ്ഞത്? വഔറസനൽ അർള. വാക്കർത്ഥം ഇതാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി തിരിച്ചു തന്നു. എന്തിനാണ് ഈ ഭൂമി? 13,000 കിലോമീറ്റർ വ്യാസമുള്ള ഭൂമി അള്ളാഹു എത്ര ആക്കാപ്പം തിരിച്ചു കൊടുക്കുക? മാലയിടാനോ? ഒരാൾക്ക് എന്തിനു വേണം ഈ വലിയ ഭൂമി? അപ്പോൾ അതിൻ്റെ തഫ്സീർ, വഔറസനൽ അർള ജന്നാത്തിൻ ഔ ബലദഹു ഔ. സിദ്ധാന്തത്തിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്ക്, സിദ്ധാന്തത്തിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്ക്. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആധുനിക രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളൊരു പ്രതിഭാസമാണ് ഈ സോഷ്യൽ ഡാർവിനിസത്തിൻ്റെ ഒക്കെ ഭാഗമായി. ഞാൻ അത്തരം സംഗതികളിലേക്ക് എൻ്റെ വിഷയം കൊണ്ടുപോകാത്തത് സദസ്സിൻ്റെ ഒരു സ്വഭാവം കൂടി പരിഗണിച്ചിട്ടാണ്. പ്രായമായ രക്ഷിതാക്കളും സഹോദരിമാരൊക്കെ ഉണ്ട്. മനസ്സിലാകാത്തത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? നന്നായി മനസ്സിലാക്കുന്നവരുണ്ട്. അപ്പം ഒരു നടുവ് കൂടി പോകാമെന്ന് വിചാരിച്ചതാണ്. ഈ സോഷ്യൽ ഡാർവിനിസം, ഈ യൂജനിസം എന്നൊക്കെ പറഞ്ഞാൽ ഭരണാധികാരികൾക്കുള്ള ഒരു സെലക്ഷനാണ്. ബ്രീഡിങ് ഓഫ് സെലക്റ്റഡ് വൺസ്. ഇതെല്ലാവരും തീറ്റിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും വേണ്ടി എന്തിനാണ് ബജറ്റിൽ ഇത്ര പണം വിനിയോഗിക്കുന്നത്, മാറ്റിവെക്കുന്നത് എന്ന് അള്ളാഹ്ക്ക് കുറെ കാലം കഴിഞ്ഞാൽ തോന്നൂല. റളിയല്ലാഹു അൻഹും ഒപ്പിട്ടു, ഉറപ്പായി രേഖ കിട്ടി. ഇനി അള്ളാഹ് നമ്മളെ ഒഴിവാക്കൂല. അവർക്ക് അള്ളയും മതി അല്ലേ? ചിലപ്പോൾ ഉണ്ടാവൂലേ ഈ അകൽച്ചയുടെ ആദരവ്. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റസ്റ്റ്. കിതാബിൽ നമ്മൾ പറയൂലേ, തസ്മഉ ബിൽ മുഅയ്ദി ഖൈറും മിൻ അൻ തറാഹ. ദുനിയാവിൻ്റെ ഒരു പ്രതിഭാസം അതാണ്. കിട്ടുന്നത് വരെ രസമാണ്, കിട്ടിയാൽ പോയി, ത്രില്ല് പോയി. അപ്പോൾ ആ പെൻഡിങ്ങിലും സസ്പെൻസിലും സർപ്രൈസിലും ഉണ്ടാകുന്ന സമയത്ത് രസകരമായിരിക്കും, ആനന്ദമായിരിക്കും. ഇനി ഇത് നമുക്ക് കിട്ടിയെന്ന് കൂട്ടിക്കോ. അത് പണാകട്ടെ, അധികാരാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, പ്രണയാകട്ടെ, രുചിയാകട്ടെ, രതിയാകട്ടെ, ഭോഗാകട്ടെ, ഭോജനാവട്ടെ, എന്തോ ആവട്ടെ, അതിനുവേണ്ടി നാം മെനക്കെട്ട് കൊണ്ടിരിക്കുമ്പോൾ അത് രസകരമായിരിക്കും. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്. കേട്ട പാട്ടുകൾ മധുരതരം. ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റസ്റ്റ്. കിട്ടാത്തതിന് അതിമധുരം. കിട്ടാത്തതിനാണ് മധുരം ദുനിയാവിൽ. ചില ആൾക്കാർ ദൂരേന്ന് കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും, സ്നേഹമായിരിക്കും, ബഹുമാനമായിരിക്കും. ഒരു തവണ ഒന്നിച്ച് യാത്ര ചെയ്താലോ, ഒന്നിച്ച് കടന്നാലോ, ഒരു 10,000 രൂപ വായ്പ എടുത്താലോ പോയി. അതാണ് ദുനിയാവിൻ്റെ ഒരു ഘടന. പക്ഷേ അള്ളാഹു പറയുക ഉണ്ടാവില്ല. അള്ളാഹിനെ കിട്ടിയാലും കുറെ കാലം കൂടെയാകുമ്പോൾ വേറൊരു അള്ളാഹിനെ കിട്ടിയാൽ തരക്കടില്ലേനും. എനിക്കൊരു ബാഗ് വേണം, ടി വിയിൽ കണ്ടത് തന്നെ വേണം. അല്ല, കേരളത്തിലെ പാട്ട്. എനിക്കൊരു ബാഗ് വേണം. ഏതാ ബാഗ്? ടി വിയിൽ കണ്ടത് തന്നെ വേണം. അല്ല ആഫ്രിക്കയിലത്, അവിടത്തേതല്ല ചൈനയിലത്, അവിടെയുള്ള പൊതുബോധമല്ല വേറെ രാജ്യങ്ങളത്. ഇപ്പൊ ഭൂമിയിൽ ഒരുപാട് നാഗരികതകൾ നിലനിൽക്കുന്നു, രാജ്യങ്ങൾ നിലനിൽക്കുന്നു. ഈ രാജ്യങ്ങൾ പരിഷ്കൃത രാജ്യങ്ങളുണ്ട്, അപരിഷ്കൃത രാജ്യങ്ങളുണ്ട്, വികസിത രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങൾ, അവികസിത രാജ്യങ്ങൾ, മതസമൂഹങ്ങൾ, മതാതീത സമൂഹങ്ങൾ, മതാധീന ആശയവും ആദർശവും എന്തോ ആവട്ടെ, അവനവൻ്റെ വയറ്റിലെ വിശപ്പാണ് പ്രശ്നം എന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇപ്പോഴും ഈ ഭൂമിയിലില്ലേ? ഇപ്പോ എസ്.കെ. പൊറ്റക്കാട് അല്ലെ, അദ്ദേഹം എന്താ പറഞ്ഞത്? വറ്റ് ദൈവമാണ്, വറ്റ് വിപ്ലവമാണ്. ചേരിയിലെ ചേറ് ചോറാക്കി തിന്നുന്ന, പാടത്തും പറമ്പത്തും പകലന്തിയോളം പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പട്ടിണി പാവത്താൻ്റെ മതം, ദീൻ എന്ന് പറയുന്നത് ചോറും കഞ്ഞിയും ഒക്കെ തന്നെയാണ്, അടിസ്ഥാന വർഗമാണ്. അതേസമയം ടൺ കണക്കിന് അരിയും ഗോതമ്പും ഭക്ഷ്യവിഭവങ്ങളും തിന്നാൻ അവകാശികളില്ലാതെ കടലിൽ പോയി തള്ളുന്നവരുമുണ്ട്. 200 കൊല്ലം കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടായാൽ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് ഇന്ന് ആയുധം ഉണ്ടാക്കി ആകാശത്തിൽ അതിൻ്റെ റിമോട്ട് സൂക്ഷിക്കുന്ന രാജ്യങ്ങളും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് ഭൂമിയിലുണ്ട്. 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന കുട്ടിയെ ഏത് സ്കൂളിൽ ചേർത്തണം എന്നുള്ള പരസ്യമൊക്കെ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് പറ്റിയ സ്കൂൾ എന്നൊക്കെ പറഞ്ഞതുപോലെ 2200 യുദ്ധം ഉണ്ടാവുന്നെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കണം ആയുധം? ഇതൊക്കെ ആലോചിക്കുന്ന സമൂഹം ഭൂമിയിലുണ്ട്. അതേ കാലത്ത് തന്നെ ഇവിടെ അങ്ങൊന്നും പോകണ്ട, ആൻഡമാൻ നിക്കോബാറിൽ, ജാവ ദ്വീപിൽ, ഓസ്ട്രേലിയയിലെ അബോർജിൻസിൻ്റെ ഇടയിൽ ഒരുപാട്
ഇപ്പോഴും അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാതെ കുറുകിയും കൂക്കിയിട്ടും സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. തളികയിൽ ഏലിയൻസ് വരുന്നുണ്ട് സംസാരിക്കാൻ. അപ്പൊ ഈ ഏലിയൻസിന്റെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് ഖുർആൻ മാറ്റേണ്ടി വരൂലേ? അപ്പൊ അതൊന്നും ഒരു വർത്താനല്ല. എല്ലാ കാലത്തും ഏത് തരം മനുഷ്യന്മാർക്കും ആക്സസ് ഉള്ള, അപ്രോച്ചായ, സമീപിക്കാൻ പറ്റിയ മാനകമായ തത്വങ്ങളാണ് ഖുർആൻ. അതൊരിക്കലും മാറ്റേണ്ടി വരില്ല. എന്നും അതിന് പ്രസക്തി ഉണ്ടാവും. ഇപ്പൊ ചൈനക്കാരൻ ഖുർആൻ വായിച്ചാൽ ഒരു ചൈനീസ് പശ്ചാത്തലത്തിൽ അതിന് പ്രസക്തിയുണ്ട്. അമേരിക്കക്കാരൻ ഖുർആൻ വായിച്ചാൽ ഒരു അമേരിക്കൻ പശ്ചാത്തലത്തിൽ ഖുർആന് പ്രസക്തിയുണ്ട്. ഒരു UFO മതക്കാരൻ ഖുർആൻ വായിച്ചാൽ, പറക്കും തളികയിൽ വിശ്വസിക്കുന്ന ഒരാൾ ഖുർആൻ വായിച്ചാൽ, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള ജീവനുള്ളത്, ജീവനില്ലാത്തത്, അന്യഗ്രഹങ്ങളിൽ ജീവികളുണ്ട് എന്നാണ് ഇസ്ലാം. ഖുർആൻ അവനോടും ഖുർആൻ അഡ്രസ് ചെയ്യുകയാണ്. ഏത് വിഭാഗത്തിനും അല്ലെങ്കിൽ മനുഷ്യർ മാറുന്നുണ്ടോ? ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ പറയുന്നത് പോലെയുള്ള ഭാഷ ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. മനുഷ്യന്മാര് മാറിയില്ലേ എന്ന് നമ്മളും പറയാറുണ്ട്. മനുഷ്യന്മാര് മാറിയിട്ടില്ല, മനുഷ്യന്മാര് മാറുകയുമില്ല, മനുഷ്യന്മാരെ അള്ളാഹു മാറ്റുകയുമില്ല. കാഴ്ചകൾ മാത്രമേ മാറുള്ളൂ. ഇതിവിടെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച മാരകമായൊരു വശമാണ്. പഴയകാല മനുഷ്യനെന്ന് വേറെ, ഗോത്രകാല മനുഷ്യനെന്ന് വേറെ. ഈ 12 അല്ലാത്ത 13ാമത്തെ ആവശ്യം ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ളൊരു മനുഷ്യനുണ്ടാവൂല, ഉണ്ടാവുകയേ ഇല്ല. ഉണ്ടെങ്കിലല്ലേ ബാക്കി സംസാരിക്കണ്ടു. അതൊക്കെ എല്ലാം ഇതിൽപ്പെട്ടു. ഇപ്പോ ഞാനിത് എവിടെയോ പറഞ്ഞപ്പോൾ ഒരു നല്ല വളരെ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി, അതിൽ നിന്നൊരു കുട്ടി ചോദിച്ചു, അപ്പോൾ ശ്വസിക്കലോ? കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലുണ്ടായ അനുഭവം. ശ്വസിക്കുന്ന ഒരാളുടെ ആവശ്യമാണ് ഈ പറയുന്നത്. ജീവനുള്ള ഒരാളുടെ 12 ആവശ്യം. കാലിൻ്റെ വിരൽ കൊണ്ട് മണലിൽ എഴുതുക, അതൊക്കെ അതിൽപ്പെട്ടു. അതുവരെ അതിൽപ്പെട്ടു. കായികം എന്ന് പറഞ്ഞാൽ കേവലം കളിയും ഗെയിംസ് മാത്രമൊന്നുമല്ല. ആളുകളോട് യുദ്ധം ചെയ്യുക, ഗുണ്ടയാവുക, മാഫിയാവുക, കൊട്ടേഷനാവുക, കൊല്ലുക, തല്ലുക, മുറിക്കുക. സാഹിത്യം, ഭാവനകൾ, ആവിഷ്കാരങ്ങൾ. പിന്നെയോ ലഹരി. ചിലർക്ക് അധികാര ലഹരി, പണലഹരി, ആൺലഹരി, പെൺലഹരി, നാർക്കോട്ടിക് ലഹരി, അക്ഷരലഹരി, വിദ്യാഭ്യാസ ലഹരി ഒക്കെ പെട്ടു. ഇതെന്താ ഈ പറഞ്ഞെന്ന് വെച്ചാൽ, ഈ ആവശ്യമായിരുന്നു ഒന്നാമത്തെ മനുഷ്യന്റെ ആവശ്യം. ഈ ആവശ്യമാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെയും ആവശ്യം. ഇതാണ് നാളെ വരുന്നവൻ്റെയും ആവശ്യം. ഇതാണ് മറ്റന്നാൾ വരുന്നവളുടെയും ആവശ്യം. ഇതാണ് ഇസ്രാഫിൽ റൂഹി സൂറിൽ ഊതുന്ന ഉണ്ടാകുന്ന മനുഷ്യൻ്റെയും ആവശ്യം. ഈ മനുഷ്യൻ മാറുന്നുണ്ട് എന്ന് പറയുന്ന ഈ നാസ്തിക യുക്തിബോധത്തെ നമ്മളെന്തിനാണ് നമ്മളുടെ ഭാഷയിൽ അതിനെ അംഗീകരിക്കുന്നത്? എന്തിനാ? മാറുന്നില്ല, മാറാൻ പറ്റില്ല മനുഷ്യന്. അതുകൊണ്ടാണ് ഖുർആൻ മാറേണ്ടതില്ല എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യവും മനുഷ്യനും മാറുന്നുണ്ടെങ്കിലേ മനുഷ്യൻ്റെ ശരിയും തെറ്റും നിർണ്ണയിക്കുന്ന ഖുർആൻ മാറേണ്ടി വരൂ. പിന്നെ നമ്മൾ പറയുകയാണ് ഇന്നത്തെ മനുഷ്യന്മാരാണ് നല്ലത്. ഒരിക്കലുമല്ല. ഞാൻ തുടങ്ങിയിടത്തേക്ക് പോയി അവസാനിപ്പിക്കാം. ഇന്നത്തെ മനുഷ്യന്മാരെ അല്ല നല്ലത്. റസൂലുള്ളാഹിന്റെ ഹദീസ് പറഞ്ഞല്ലോ, ലാ യഅതി സമാനുൻ ഇല്ലാ ബഅദഹു അശറു മിൻഹു. പിൽക്കാലം മുൽക്കാലത്തേക്കാളും അപകടകരായിരിക്കും, വിപൽക്കരായിരിക്കും. നമ്മൾ വെറുതെ നമ്മളെക്കുറിച്ച് എന്തിനാ നാം ഉഷാറാണ് നമ്മൾ ചിന്തിക്കുന്നത്? 7000, 6000, 2000, 1500 കൊല്ലം മുമ്പുള്ള ആളുകൾ ചെയ്തു വെച്ച സേവനങ്ങൾ, അവരെഴുതിയ അത്ര പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും കിതാബുകളും, അത് ഇസ്ലാമിൻ്റെ മേഖലയിലാവട്ടെ, പോകട്ടെ നാസ്തിക ലോകത്ത് ആവട്ടെ, ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ദൈവനിഷേധത്തിൻ്റെ ആർച്ച് ബിഷപ്പുമാർ, റിച്ചാർഡ് ഡോക്കിൻസ്, ക്രിസ്റ്റഫർ ഹിച്ചൺ, സാം ഹാരിസ്, പീറ്റർ സിംഗർ, ഈ നാട്ടിലുള്ള കലാനാഥൻ, എടമുറുക്, MC ജോസഫ്, നമ്മൾ ഈ പറഞ്ഞ പേരുകളൊന്നും പറയണ്ട, കുറച്ച് സ്റ്റാൻഡേർഡായ പേര് തന്നെ പറഞ്ഞാലും കുറേ ആൾക്കാരുണ്ടല്ലോ. ഈ ആളുകൾ ഒരു തട്ടിലും 2000 കൊല്ലം മുമ്പ് 3000 കൊല്ലം മുമ്പ് ജീവിച്ചു പോയ എപ്പിക്യൂറസ്, ഗാലൻ, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ആ കാലഘട്ടത്തിലെ മനക്കണക്ക് പറയൂലേ, 350 റുപ്യ, 450 റുപ്യ, അല്ലെങ്കിൽ സങ്കീർണമായ കണക്കായിരിക്കും. 42 റുപ്യ 50 പൈസ, 28 റുപ്യ 25 പൈസ, 32 റുപ്യ 40 പൈസ ഒക്കെ കൂട്ടി പറയും. 400 റുപ്യ എത്ര പൈസ? കാൽക്കുലേറ്റർ ഒന്നും വേണ്ട. ഇന്ന് വക്കൊപ്പിച്ച കണക്കാണ്.
150, 125, 720 കൂട്ടാനും കുറക്കാനും എളുപ്പമാണ്. എന്നാലും കടലാസിനും കൂട്ടിയാൽ ഒരു ഉറപ്പുണ്ടാവില്ല. കാൽക്കുലേറ്ററിൽ വേറെ കൂട്ടും. എന്താ നമ്മൾ ഇത് എൻ്റെ കേവലം ഒരു തോന്നിയത് പറയുകയല്ല. ഏത് കാര്യമാണോ നാം ആലോചിക്കുന്നത് ആ കാര്യത്തെ പ്രചോദിപ്പിക്കുന്ന, ആ കാര്യത്തെ ഉത്തേജിപ്പിക്കുന്ന ന്യൂറോണുകളാണ് തലച്ചോറിൽ ജനറേറ്റ് ചെയ്യപ്പെടുക. നമ്മൾ എന്താണോ ആലോചിക്കുന്നത് ആ ആലോചനയെ ഉത്തേജിപ്പിക്കുന്ന ന്യൂറോണുകളാണ് തലച്ചോറിൽ ഉണ്ടാവുക. നമ്മളൊക്കെ ഉപകരണങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഈ യന്ത്രം ചെയ്യട്ടെ, ഈ യന്ത്രം ചെയ്യട്ടെ, മറ്റേ യന്ത്രം ചെയ്യട്ടെ. മനുഷ്യർക്ക് ബുദ്ധി കുറഞ്ഞുപോയി. ബുദ്ധി കുറഞ്ഞുപോയി എന്ന് മാത്രമല്ല, പണ്ട് ഈ ഖണ്ഡകാവ്യങ്ങൾ എഴുതിയാലും ആരൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാവും. അദ്ദേഹം മരണപ്പെട്ടാലൊക്കെ ചിലപ്പോൾ ശിഷ്യന്മാരൊക്കെ കടലാസൊക്കെ അട്ടിക്കെടുത്ത് വെച്ചിട്ട് അത് പിന്നെ സമൂഹത്തിന് കൈമാറലാണ്. അതൊരു വിഷയമല്ല. 10 വാള്യം 20 വാള്യം ജയിലിൽ വെച്ച് എഴുതിയിട്ടില്ലേ? റസായിൽ നൂർ ജയിലിൽ വന്നതാണ് ഈ അടുത്ത കാലം. ജയിൽ ലിറ്ററേച്ചേഴ്സ് ഞാൻ വിശദീകരിക്കുകയല്ല. ജയിൽ സാഹിത്യം ഒരു ബ്രാഞ്ച് ഓഫ് ലിറ്ററേച്ചർ അല്ലേ? മാത്രമല്ല, ജയിലിൽ കിടക്കുന്ന ആളുകൾ, ഇത് ജനറൽ ലിറ്ററേച്ചർ മാത്രമല്ല, തഫ്സീറുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് ജയിലിൻ്റെ ചുമരിൽ. ജയിലിൽ ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോകുന്ന ആളിനെ കരിങ്ങ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട്, കരിക്കഷ്ണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് ഫ്രീ ടൈമിൽ ജയിലിൻ്റെ ചുമരിൽ തഫ്സീർ എഴുതിയിട്ട് അത് കളക്ട് ചെയ്യപ്പെട്ട് വാള്യങ്ങളായിട്ടുണ്ട് ലോക ചരിത്രത്തിൽ. ഇന്ന് ഒരു പേജ് അല്ലെങ്കിൽ ഒരു വരയിടാത്ത പേജിൽ ഒരു പൂ വരച്ച് ചിത്രം കൊടുത്താൽ സ്കൂളിൽ അനുമോദനം, മദ്രസയിൽ അനുമോദനം, ട്രോഫി, ഫ്ലക്സ്. എന്താ ചെയ്തത്? അതൊരു പൂവിന് കളർ കൊടുത്തേക്ക്. 100 ചോദ്യമുണ്ട്. ആ 100 ചോദ്യത്തിൽ 52 ചോദ്യം ശരിയുത്തരം നേടി. LSSൽ ജയിച്ചു. ഒന്നിനെ ഞാൻ ചെറുതാക്കുന്നില്ല, നമ്മളൊക്കെ ചെറുതാണ്. ചെറിയ നിസ്സാരപ്പെട്ട സാധനങ്ങൾ മരിച്ചിട്ട് പുറത്തു വന്നതാണ്. ബുദ്ധി അന്നത്തെ ആളുകൾക്കാ. ബുദ്ധി വികസിക്കാനുള്ള കാര്യം അന്നത്തെ ആൾക്കാർക്കാണ്. നോക്ക്, ഈ ലൈറ്റ്, അല്ലെങ്കിൽ ഈ ലൈറ്റ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രകാശം എന്നുള്ളതല്ല. മനുഷ്യന്റെ ബുദ്ധി വളർച്ചയെ പിന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ സാധനങ്ങളെ ആധുനിക ടെക്നോളജി മുന്നോട്ട് വെക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്. അതാണ് ഞാൻ തുടക്കത്തിലേ പറയുന്നത്. ഇത് കേവലം ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന വർത്തമാനങ്ങളല്ല. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താ? ഇജ്തിഹാദിന്റെ അവകാശം ഹിജ്റ 300 വരെ എന്ന് മാത്രമല്ല. അത് കേവലം മതപ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് മാത്രമല്ല. ജീവിത സാങ്കേതികതയും. വെളിച്ചം കൂടിയാൽ മനുഷ്യന്റെ ബുദ്ധി കുറയൂലേ? നമുക്ക് ബുദ്ധി കുറയുന്നതിന്റെ വേറെ കാരണം അതല്ലേ? നമ്മൾ വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം. പക്ഷെ ഇന്നത്തെ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സാധനം ലൈറ്റ് പൊല്യൂഷനാണ്. വെളിച്ചം എന്ന മാലിന്യം. ആ പദം തന്നെ എത്ര വിരുദ്ധോക്തിയാണ്, ഓക്സിമറോണിക്കലാണ്. വെളിച്ചം ഒരു മാലിന്യമാണ്. ഇപ്പോഴത്തെ വീടൊക്കെ ആലോചിച്ച് നോക്കൂ. വീട് മാളല്ലേ, പള്ളി മാളല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ ആ ഭാഗം കൂടി വരുന്നുണ്ട്. മസാജിദുഹും ആമിറ, അന്ത്യനാളാകുന്ന സൂഫികൾ അങ്ങനെ പറയാറുണ്ട്. ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അരണ്ടിരുണ്ട വെളിച്ചത്തിന്റെ ആ മങ്ങിയ നിശീധിനിയുടെ അവസാന യാമത്തിലാണ്, മൂവന്തിയുടെ അവസാന യാമത്തിലാണ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം ഏകാന്ത നിമഗ്നനായി നിൽക്കുന്ന ധ്യാനനിരതനായ അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദിന്റെ അരികിലേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ ദിവ്യദൂത് നുബുവത്ത് കൈമാറിയിട്ട് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണ് മൂസ അലൈഹിസ്സലാം കലീമുല്ലാഹി മൂസയായത്? എൻ്റെ വിഷയം ഇരുട്ടും വെളിച്ചമായി. ഫോണിലേക്ക് നോക്കി ഉറക്ക് വരുമോ? ഉറക്കം ഫോണ് നോക്കിയിട്ടാണ് പോകുന്നത്. നമ്മൾ എത്ര വലിയ വിഡ്ഢികളാണെന്ന് അറിയാൻ ഇത് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഫോണിലേക്ക് നോക്കി ഉറക്കം പോയി. പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്? ഉറക്കം കിട്ടാൻ എന്ത് ചെയ്യണം? വീഡിയോ കാണുന്നു യൂട്യൂബിൽ. 12 മണിവരെ 11 മണിവരെ ഫോണ് തോണ്ടി. ഇതൊരു ശീലമായപ്പോൾ ഉറക്കില്ലാതായി. പിന്നെ പരിഹാരം 2 മണിക്കും 3 മണിക്കും യൂട്യൂബ്. ഉറക്കം കിട്ടാൻ ഒറ്റമൂലി. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കമന്റ്. ഉറക്കം കിട്ടാൻ ഒറ്റമൂലി നോക്കി മാറ്റി
ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എമ്മും പി എമ്മും വരെ മാറ്റിട്ടോ, എമ്മും പി എമ്മും വരെ മാറ്റി. ഹൈവേയിലുള്ള ഹൈവേ റോഡിലുള്ള ഹോട്ടലുകളുടെ പേരെന്താ? 2 o'clock 4 o'clock അല്ലേ? പുലച്ചക്ക് 2 മണി മുതൽ ഉച്ചക്ക് 2 മണി വരെയാണ് രാത്രി. കാരണം ഖുർആൻ എന്താ പറഞ്ഞത്? വജഅൽനൽ ലൈല ലിബാസ. ഉറക്കനെ കുറിച്ച് വജഅൽനൽ നൗമ സുബാത. ഉറങ്ങുന്ന സമയം ഏതാ? 2 to 2. ഒരു 11 മണിക്കും 10 മണിക്കും നമ്മൾ ഒരു 11 മണിക്കും 10 മണിക്കും നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു കട്ടൻ ചായയും പഴംപൊരിയും കിട്ടണമെന്ന് കരുതിയിട്ട് നാട്ടും പുറത്ത് കിട്ടും. ടൗണിലേക്ക് പോയാൽ ഷോപ്പൊന്നും ഓപ്പൺ ആയിരിക്കില്ല. ആൾക്കാർക്ക് 11 മണിക്കാണ് നേരം വെളുക്കുന്നത്. ഇങ്ങനെ വരും ഒരു 10, 11, 12 മണിയാവുമ്പോൾ. എന്നിട്ടത് അടക്കലോ രാത്രി ഒരു 12, 1, 2, 3, 4 ആവും. അങ്ങടക്കും. അടുത്തൊരു കാലം വരുമ്പോൾ ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ്, ലോകത്തിൽ ആക്ടിവിസം വരും. 12 to 12 അല്ല AM-ഉം PM-ഉം. ഇപ്പം ഇന്ന് 12 മണിക്കായിരിക്കില്ല ന്യൂ ഇയർ ആഘോഷം. ഗ്രീൻവിച്ചിലെ 12 ഐഡിയല്ല 12 കരുത്. പുതിയൊരു ആർഗ്യുമെൻ്റ് വരും. ഉച്ചക്ക് 2 മുതൽ പുലച്ചക്ക് 2 വരെ പകൽ. അല്ല വൈകുന്നേരം ഉച്ചക്ക് 2 മുതൽ പുലച്ചക്ക് 2 വരെ പകൽ. അല്ല വൈകുന്നേരം 4 മുതൽ പുലർച്ചെ 4 വരെ പകൽ. ബാക്കി സമയത്ത് രാത്രി. ഇൻ ഇകാസുൽ ഉമൂർ. എൻ്റെ വിഷയം അതാണ്. ഇതൊക്കെയും നമ്മളോട് പറഞ്ഞു തന്നു ആര്? മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണ് നബിയെ തീരുക? മനിൽ മസ്ഊലു അഅലമു മിനസ് സായിൽ. എന്നോട് എന്തിനു ചോദിക്കുന്നു? എനിക്കതിന് താങ്കളെക്കാളും ഉത്തരമറിയില്ലല്ലോ. ഫഅഖ്ബിർനി അൻ അമാറാത്തിഹാ. എങ്കിൽ അതിൻ്റെ ലക്ഷണം പറഞ്ഞതായോ? അപ്പോൾ ഈ നബി പറയുകയാണ്, അൻതറൽ റുഫാതൽ ഉറാതൽ ആലത റിയായശാതി യതതാവലൂന ഫിൽ ബുന്യാൻ. തതാബലൂന ഫിൽ ബുന്യാൻ. ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ ആവേശം എനിക്ക് കൂടുന്നത് ആവേശമല്ല. ഈമാൻ ഒരു അള്ളാഹു കണക്കാക്കിയ ഒരു മനുഷ്യന് അള്ളാഹു തൗഫീഖ് ചെയ്താൽ വർദ്ധിക്കാനും നിലനിൽക്കാനും കുറേ ഹദീസുമായിട്ടൊന്നും വേണ്ട. ഇത് ഏതെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി. 2000-ലുള്ള ദുബൈൻ്റെ ഫോട്ടോ ഈ ഇരുന്ന ഇരിപ്പിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. താല്പര്യമുള്ളവർ ഒരു 5 അട്ടി ബിൽഡിങ് ഒരറ്റൊന്നും ഉണ്ടാവില്ല. 2000-ത് പറയാം ഈ ആരാന്ന് നീ കണ്ടെന്നാൽ പിന്നെ 1990 അടിച്ചു നോക്ക്. ഞാൻ 2002 അടിച്ചിട്ട് 2 or 3 കിട്ടിയിട്ടുള്ളൂ. ബിൽഡിങ്ങുകളില്ല. സൗദിയിലില്ല, കുവൈത്തിലില്ല, ബഹ്റൈനിലില്ല, GCCയിലില്ല. ബിൽഡിംഗ് ഇല്ല എന്ന് മാത്രമല്ല, കാടുകൾ അവിടെ എന്താ പറയുക, അവിടെ ആട് ജീവിതമായിരുന്നു. ഇവിടെ ഔറംഗസീബ് ഭരിക്കുന്ന കാലത്ത് ക്രിമിനൽസിൻ്റെ ശിക്ഷ അറേബ്യയിലേക്ക് നാട് കടത്തലാണ്. അങ്ങനെയുള്ള അറേബ്യ 2024 അടിച്ചു നോക്കിയാൽ കോൺക്രീറ്റിൻ്റെ കാട്, ബിൽഡിങ്ങിൻ്റെ കാട്, ബിൽഡിങ്ങുകളുടെ കാട്. ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ, ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയായി മേഞ്ഞ, മഴ പെയ്താൽ ചോർന്നൊലിക്കുമായിരുന്നു ഞങ്ങളുടെ പള്ളി എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തിയ ഒരു പള്ളിയിലിരുന്നു കൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, അന്തറൽ ഹുഫാത്ത, ചെരുപ്പ് ധരിക്കാൻ പോലും വകയില്ലാത്ത, അൽ ഒറാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, അൽ ആലത്ത, അടുക്കളയിൽ തീ പുകയാത്ത ദരിദ്ര കുചേലന്മാരായ റിയായശാഴിയും യതതാവലൂന ഫിൽ ബുന്യാൻ. നീളമുള്ള കെട്ടിടമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു പരാതി ഉണ്ടാവും, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ഇത്ര വലിയ പദവി കിട്ടിയത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അനുഭവിച്ചിട്ടല്ലേ? നമുക്കും ആ പാട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ മലയാളത്തിൽ, 14 നൂറ്റാണ്ടിന് ബിംബന്തിനി പാപി പാരിൽ പറന്നു വീണു. ആ പാട്ടൊന്നും വലിയ മാനയില്ല. കാരണം എന്താ അറിയോ? സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിനെ തൊട്ടനുഭവിച്ച കാര്യം 1400 കൊല്ലത്തിനിപ്പുറം നമ്മളും ഇതാ അനുഭവിക്കുന്നു. നമുക്കും ആ ഈമാൻ കിട്ടണം ശരിക്കും പറഞ്ഞാൽ. കാരണം സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് അറേബ്യയിൽ കെട്ടിടമുണ്ടാക്കി മത്സരം നടന്നിട്ടില്ല. സഹാബികൾ ഈ ഹദീസ് പുലരുന്നത് കണ്ടിട്ടില്ല. 2000-ന് ശേഷമുണ്ടായ തൻ്റെ ആ ചോദ്യം വന്ന സ്ഥിതിക്ക് യൂറോപ്പിൽ നിന്നൊക്കെ, യൂറോപ്യൻ ഇസ്ലാമിക ലോകത്തൊക്കെ വളരെ സജീവമായി നടക്കുന്ന ഒരു ചർച്ചയാണിത്. കാരണം മനുഷ്യൻ്റെ ഫോസിലുകൾ, ഇന്ന് കിട്ടുന്ന മനുഷ്യൻ്റെ ഫോസിലുകൾക്ക് 2 ലക്ഷവും 4 ലക്ഷമൊക്കെ കൊല്ലത്തിൻ്റെ പഴക്കമുണ്ട്. അതേസമയം 105-ാമത്തെ അല്ലെ 106-ാമത്തെ ടു 111-ാമത്തെ ഉപ്പയായിട്ട് വരും നമുക്ക് ആദം അലൈഹിസ്സലാം. അപ്പോൾ ഏറി വന്നാൽ ഒരു 20,000 കൊല്ലം അല്ലെങ്കിൽ ഒരു 17,000-15,000 കൊല്ലം ഒക്കെ പഴക്കമുള്ളൂ.
അപ്പം അതിനിടയിൽ ഈ 2, 3, 4 ആ കാർബൺ ഡേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാലപ്പഴക്കം 2.5 ലക്ഷവും 3 ലക്ഷവും ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റില്ല. അത് കേവലം ഒരു സംസാരമല്ല. അതിനവർ പറയുന്ന ന്യായം ചില അസ്ഥികൂടങ്ങൾ ഈ വെള്ളപ്പൊക്കം, അതേപോലെ പ്രകൃതിക്ഷോഭങ്ങൾ, ഉരുൾപൊട്ടൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വിധേയമായാൽ, അത് അകപ്പെട്ടാൽ അത് കൂടുതൽ രാസപരിണാമങ്ങൾക്ക് വിധേയമാകും. ഉറപ്പല്ലേ? നമ്മളൊരു എല്ലിൻ്റെ കൂടെ ഒരു അസ്ഥികൂട്, ഇപ്പം മെഡിക്കൽ കോളേജിലെ അസ്ഥികൂട് ചില്ലിൻ്റെ പെട്ടിയിലാണുള്ളത്, ചില എംബാം ചെയ്ത രീതിയിലാണുള്ളത്. അപ്പോൾ അതിന് വെയിലേൽക്കുന്നില്ല, തണുപ്പ് തട്ടുന്നില്ല, വളരെ സേഫാണ്. അതേസമയം വേറെ അസ്ഥികൂട് ഇപ്പം മണ്ണിലോ പുഴയിലോ അതേപോലെ ചളിയിലോ ഒക്കെ ആയാൽ ആ അസ്ഥികൂടത്തിന് ഒന്നുകൂടി തേയ്മാനം സംഭവിക്കും. സ്വാഭാവികമാണ്, പഴക്കം സംഭവിക്കും, നുരുമ്പും. അതേ വർഷത്തിൽ തന്നെയുള്ള ഒരു തലയോട്ടി ഇവിടെ ബോക്സിൽ വെച്ചാൽ അത് നുരുമ്പില്ല. അപ്പോൾ സ്വാഭാവികമായി ഈ 2 ലക്ഷവും 4 ലക്ഷമൊക്കെ കൊല്ലം മുമ്പ് ആണെന്ന് കാർബൺ ഡേറ്റിംഗ് വഴി ആർക്കിയോളജിസ്റ്റുകൾ പറയുന്ന ആ വിഷയം അത്രയേ ഉള്ളൂ. ഇനി ഇസ്ലാമിൻ്റെ അകത്തേക്ക് വന്നാൽ ഇനി അങ്ങനെയല്ല ഒരു അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ഈ വിഷയം നമ്മൾ പഠിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു വിഷയം സ്ഥാപിക്കുകയോ ചെയ്യുവാൻ തക്കല്ലീഫില്ല, ബന്ധപ്പെടേണ്ട കാര്യമില്ല. അതൊരു ഗവേഷണാത്മകമായ കാര്യമാണ്. ആദം അലൈഹിസ്സലാമിൻ്റെ മുമ്പ് എന്തായിരുന്നു? പ്രീ ആദമാറ്റിക്സിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വകയിരുത്തിയിട്ടും അവരാരും പഠിക്കുന്നില്ല, നമ്മളോടൊപ്പം മിങ്കിളാവുന്നില്ല. അവരായിട്ട് തന്നെ ജീവിക്കുകയാണ്. കാരണം അവർ ബേസിക്കലി ഇൻസാനിയത്തിൻ്റെ ഒരു ഘടകം അവരിൽ പൂർണ്ണമല്ല എന്നൊക്കെ അതേക്കുറിച്ച് ഉലമാന് തന്നെ അഭിപ്രായമുണ്ട്. ഏതായാലും ഇത് കൂടുതൽ പഠിക്കേണ്ട ഒരു ഏരിയയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അസ്സലാമു അലൈക്കും. ഒറ്റയ്ക്കല്ല, ബഹുമാനപ്പെട്ട ഹൈതമി ഉസ്താദ് ഒരു പ്രസംഗത്തിൽ അത് അവതരിപ്പിച്ച കാരണത്താൽ ഞങ്ങളൊക്കെ ആ വിഷയത്തിൽ ചോദിക്കപ്പെട്ടവരാണ്, വലിയ ബുദ്ധിജീവികൾ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറയാണ്, ഒരു പിൻവാങ്ങുന്ന സ്വഭാവത്തിൽ ചൊയൽ സംസാരിക്കേണ്ടയില്ല. ഒരു അപൂർണമായ മനുഷ്യവിഭാഗം നേരത്തെ ഉണ്ടാവാം എന്ന സാധ്യത പറയുന്നുണ്ട്. പിന്നെ ഈ ഫോസിൽ ഗവേഷണം ചെയ്തുകൊണ്ടുള്ള ശാസ്ത്രത്തിൻ്റെ അനുമാനത്തെ ബേസിക്കലാക്കിയിട്ട് അതിനൊക്കെ അസന്നിഗ്ധമായിട്ടൊരു മറുപടി പറയുന്നതിന് ഞാൻ എതിരാണ്. കാരണം ശാസ്ത്രം സ്ഥായിയല്ല, കേവലമായ അനുമാനങ്ങളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമ്മളോട് ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, മനുഷ്യൻ്റെ കാലപ്പഴക്കം എത്രയെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എന്നതിന് ഖുർആനിൽ 3 പ്രയോഗമുണ്ട്. ഒന്ന് ഇൻസാൻ, ഒന്ന് ബശർ, ഒന്ന് ബനുവാദം. അള്ളാഹു വലക്കത് കറംന എന്ന സ്ഥലത്ത് സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളൊക്കെ ദുആ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ദീർഘമായ പ്രസംഗം ഉണ്ടാവില്ല എന്നുള്ള സന്തോഷവിവരം മാമുഖമായിട്ട് അറിയിക്കുകയാണ്. നീ ടെൻഷൻ വേണ്ട. പിന്നെ ചടങ്ങുകളൊക്കെ നടക്കണമല്ലോ. കുറഞ്ഞ സമയം നമുക്ക് മദീനയിലൊന്ന് പോയി വരാം. നേരത്തെ ചോദിച്ച വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ എത്രയും ചോദിക്കാം. കാരണം അദ്ദേഹം ട്രെയിനിന് സമയമായി പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ കൺഫ്യൂഷൻ ഞാനാലോ തീർക്കണ്ടേ. കഴിഞ്ഞില്ല, സംശയം കഴിഞ്ഞില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم وإنهم ميتون. അത് ഖുർആനിൽ പറഞ്ഞാണ്. ഹൈതമി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഞെട്ടിക്കാൻ പറഞ്ഞാണെന്ന് ആരും കരുതണ്ട. അത് ഖുർആനാണ്. ഇന്ന സൈദൻ ഖായിമുൻ. ആ ഹബീബ നബിയോട് അള്ളാഹ് അങ്ങനെ പറഞ്ഞ ഇനി ആരും വലിയ നമുക്ക് പറയാം, ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ. ഇത് നൈമിഷികമായ കൂടാരമാണ്. അവിടെ അദ്ദേഹം ഒരു കവിത ചൊല്ലിയത് ബഹുമാനപ്പെട്ട ശുജായിയുടെ കവിതയാണ്. കൊടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച കിടുകിൻ കണക്കിന് ആയുസ്സും തീർച്ച
തേടുന്നു ഇവനിന്നെ മൺവീട്ടിലേക്ക്. തന്നെ പാതിരാവിനെ പകലാക്കി റോട്ടിൽ പടക്കം പൊട്ടിക്കുകയല്ല വേണ്ടത്. കഴിഞ്ഞ ഇന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹു തന്നത് 24 മണിക്കൂറാണ്. സമയം ഒരുപോലെ അള്ള തരുള്ളൂ. ഒരു ദിവസം ജീവിച്ചാൽ മന്ത്രിക്ക് കൊടുക്കുന്നതും, കുപ്പി പെറുക്കി എടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നതും, രാജാവിന് കൊടുക്കുന്നതും, അടിമയ്ക്ക് കൊടുക്കുന്നതും, ധനാഢ്യന് കൊടുക്കുന്നതും, മുതലാളിക്ക് കൊടുക്കുന്നതും, തൊഴിലാളിക്ക് കൊടുക്കുന്നതും, എല്ലാവർക്കും ദേശഭാഷ വർഗവർണ്ണ കക്ഷിപക്ഷ വേഷമെന്ന് എല്ലാവർക്കും അള്ളാഹു കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. ഒരു ദിവസം 86,400 സെക്കൻഡ്. ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്, ആരോഗ്യത്തിൽ വ്യത്യാസമുണ്ട്, പണത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാത്തിലും അള്ളാഹു വ്യത്യസ്തമായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ സമയമാകുന്ന സമ്പത്ത് ഒരുപോലെയാണ് കൊടുക്കുന്നത്. കാരണം ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് അത് സമയമാണ്. ഏറ്റവും വലിയ സമ്പത്ത് അത് സമയമാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിജയ പരാജയത്തിന്റെ പട്ടിക തയ്യാറാക്കിയ സമയത്ത് പടച്ചവന് സമയങ്ങളുടെ സമാഹാരമായ കാലത്തെയാണ് മൂകസാക്ഷിയാക്കിയത്. വൽ അസ്രി, കാലം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അന്ത്യശ്വാസം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ വൈകുന്നേര സമയം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അസർ നിസ്കാരം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ മുത്തനബിയുടെ കാലഘട്ടം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ സായാഹനം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ വിഭാഗം പരാജയത്തിന്റെ പടുകുഴിയിലാ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇസ്തസ്ന ചെയ്തത് മാറ്റിവെച്ചത് 4 സ്വഭാവമുള്ളവരെയാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. ഈമാനും സ്വാലിഹ അമലുള്ളവരോട്. അപ്പൊ ഈമാ മാത്രമുണ്ട്, സ്വാലിഹ അമലില്ലെങ്കിലോ ഓന് ഖുസറിലാണ്. കാരണം ഷർത്തുകളില്ലെങ്കിൽ സംഗതി ഫഖദാവുന്നതാണ്. നഹ്വ് അങ്ങനെയാണ്. 4 കെട്ടിയിട്ടാണ് അല്ലാഹു തആല കാര്യം പറഞ്ഞത്. ഈ 4 ഒന്നൊഴിഞ്ഞാൽ ഖുസർ അവനെ തേടിയെത്തും. മനുഷ്യരൊക്കെ നാശത്തിലാണ്. 4 ഉത്കൃഷ്ട സ്വഭാവങ്ങൾ മേളിച്ചവരൊഴിച്ച് മറ്റുള്ളവരൊക്കെ തീരാ നാട്ടത്തിലാണ്. ലഫീ ഖുസർ, ലഫീൽ ഖുസർ എന്നും കൂടി പറഞ്ഞില്ല. ലഫീ ഖുസർ ഞങ്ങൾ നഹ്വിലെ പറയും. ഖുസർ നെക്കിറയാണ്. നെക്കിറാവുമ്പോൾ കില്ലത്തിന് വരും, കെസ്രത്തിന്. നിങ്ങൾക്ക് മനസ്സിലാവാൻ നാനാ ഭാഗത്തു നിന്നും പരാജയം അവനെ വലയം ചെയ്യുകയാണ്. അതിന്റെ നടുക്കളത്തിലാവുള്ളത്. രക്ഷപ്പെടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഈ 86,400 സെക്കൻഡ് ഈ ഉമ്മത്തിൽ അള്ളാഹു ഏൽപ്പിച്ച കച്ചവടമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. ആ കച്ചവടത്തിൽ വിഭവങ്ങൾ വിറ്റടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ധനാഢ്യരായത് ഈ ഉമ്മത്തിൽ 4 ആളുകളാണ്. ആ 4 ആളുകളിലേക്ക് സൂചനയാണ് ഇത് എന്ന് ചില സൂഫിയാക്കളുടെ ഗ്രന്ഥത്തിൽ കാണാം. ഇല്ലല്ലദീന ആമനൂ അബൂബക്കർ സിദ്ദീഖ് ഒഴിച്ച്, വഅമിലുസ് സാലിഹാത്ത് ഉമറുൽ ഫാറൂഖ് ഒഴിച്ച്, വതവാസൗ ബിൽ ഹഖി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒഴിച്ച്, വതവാസൗ ബിസ്സബ്രി അലി ഇബ്നു അബീ ത്വാലിബ് ഒഴിച്ച്. മറ്റുള്ളവരൊക്കെ പോകേണ്ടത് ഇവരുടെ കൂടെയാണ്. ലീഡേഴ്സ് ഈ 4 ആണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. ഈ 4 പേരെയാണ്. പാശ്ചാത്യന്റെ ഉച്ചിഷ്ടം പേറി അത് ഛർദിക്കാൻ പാതിരാവിനെ പകലാക്കി പാഞ്ഞു നടക്കുന്നവർ ലഫീ ഖുസ്ർ, തീരാ നട്ടത്തിലാ. ജനുവരി ഫെബ്രുവരി ഒക്കെ വരട്ടെ, നമുക്കത് എണ്ണാം. നമ്മൾ ആ കാലത്ത്, കാരണം കാലൊക്കെ അള്ളാൻ്റെതാണ്, ആരുതും അല്ല അള്ളാൻ്റെതാണ്. ജനുവരി എന്ന് പറഞ്ഞാൽ തന്നെ റോമക്കാരുടെ പഴയകാല ദേവതയുടെ പേരാണെന്ന് വരെ ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്. പഴയകാല റോമക്കാരുടെ ദേവതയുടെ പേരാണെന്ന് വരെ അഭിപ്രായമുണ്ട്. എന്താ സൺഡേ? ഞായറാഴ്ചയാണ് സൂര്യദേവൻ ഉണ്ടാതി എന്നാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് സൺഡേ എന്ന് പറയാൻ കാരണം. നമുക്കതല്ല അറിയുള്ളൂ. യോമുൽ അഹദ് ഇസ്നീനൊക്കെ പോയില്ലേ, നമുക്ക് മുഹറം പോയില്ലേ. മുഹറം വന്നു പോകുന്ന ആരും അറിയില്ല, പെരുന്നാൾ വന്നു പോകുന്ന ആരും അറിയില്ല. ക്രിസ്മസിന് പാതിരാവിൽ ഉറക്കൊഴിച്ചിട്ട് ബാൻഡ് പൊട്ടിയത് ഓരോ ജില്ലകളും പരിശോധിച്ചാൽ കൂടുതൽ മുസ്ലിം ചെറുപ്പക്കാരാ. നമ്മൾ ക്രിസ്മസിനെ പരിഹസിക്കാൻ പാടില്ല, ഹറാമാണ്. ഒന്നിനും പരിഹസിക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷേ നമ്മളത് പുൽക്കാൻ പാടില്ലല്ലോ, നമ്മൾ അതിൻ്റെ ആളുകളല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ, ഹൈന്ദവ സഹോദരന്മാർ, പെരുന്നാളിന് നമ്മളെ പള്ളിയിൽ വന്നിട്ട് തക്ബീർ എല്ലാവരുണ്ടോ? പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടോ? കാരണം അവർക്ക് ആ ബോധമുണ്ട്, സ്വത്വബോധം അവർക്കുണ്ട്, നമുക്കില്ല. നമുക്ക് തുള്ളിയാ മതി. അത് ജനുവരി ആണെങ്കിൽ ജനുവരി, ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ്, പൂരപ്പറമ്പാണെങ്കിൽ പൂരപ്പറമ്പ്, കല്യാണം കല്യാണം, തുള്ളാൻ വേണ്ടിയിട്ടുള്ള അവസരം. സുബ്ഹാനല്ലാഹ്.
അവരോടാണ് ഹൈത്തമിയുടെ വാക്ക്. നമ്മൾ മയ്യിത്തുകളാണ്, ഇന്ന് ചലിക്കുന്ന മയ്യിത്തുകളാ, നാളെ ചലിക്കാത്ത മയ്യിത്താണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നീയും മയ്യിത്താണ്, അവരും മയ്യിത്താണ്. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ ഒരു ധനാഢ്യന് വലിയ വീട് വാങ്ങി, കൊട്ടാര സദൃശമായ വീട് വാങ്ങിയിട്ട് അലിയാരോട് പറഞ്ഞു, അലിയേ, വീട്ടിൽ എഴുതി വെക്കാൻ വല്ലതും തരുമോ? പെട്ടെന്ന് നിർത്തുട്ടാ, ഞാൻ ഇരിക്കാതെ തന്നെ സമയം സുദീർഘമാണ്ടെന്ന് കരുതിയിട്ടാണ്. ഇരുന്നാൽ ഞാൻ അറിയാതെ അങ്ങനെയാണ് പോകും. പെട്ടെന്ന് നിർത്തും. നിങ്ങൾക്ക് ലേറ്റായോ? സമയം ലേറ്റായോ? ഇപ്പോഴത്തന്നെ നിർത്തണോ? ഞാൻ ഇനിതാ അങ്ങോട്ട് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ഉസ്താമാർ തങ്ങന്മാരൊക്കെ ഇവിടെ ദ്വാരക്കും. ഇന്നത്തെ രാത്രി പല സ്ഥലത്തും ആർഭാടവും ചീറ്റലും പൊട്ടലും രമിക്കലും രസിക്കലും തുള്ളലും ആഭാസവും ആക്രാന്തവും ഒക്കെ ആയിട്ട് ഓടുമ്പോൾ നമുക്ക് സലാത്ത് അല്ലിയിട്ടൊരു സാസ് അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. മദീന എല്ലാവരും ഒന്ന് മനസ്സ് കാണിയ പച്ചക്കുബ്ബ, ആ വിരിയുന്ന കൊടകൾക്കിടയിലൂടെ ചവിട്ടിയാൽ ചൂടറിയാത്ത മാർബിളിലൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വലവാതി അലാ നബി വ സലാമി وهو خير السلام عليك الله 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 الله. സ്വലാത്ത് ഇങ്ങനെ മനസ്സിൽ മദീന കരുതിയിട്ട് ചൊല്ലിയാൽ കൽബുക്ക് ഒരു തരിപ്പ് ഇങ്ങനെ കയറാണ്ട്, ഒരു തരിപ്പും കൂടെ ഒരു തണുപ്പും. ഇതിനാണ് അള്ളാഹു കൽബ് വെച്ചത്. കാല് എന്നത് നടക്കാനാണ്, കൽബ് എന്നെന്തിനാണ്? മുഹമ്മദ് മുസ്തഫാനെ പിടിക്കാനാണ്, അള്ളാഹിനെ റസൂലിനെ വെക്കാനാണ് കൽബ്. യുക്തിവാദികളുടെ കൽബല്ല. യുക്തിവാദികളുടെ കൽബ് 1902 വില്ലൻ ഐൻതോമൻ കണ്ടുപിടിച്ച ഒരു കൽബുണ്ട്. അവിടെയാണ് ECGക്ക് റോൾ ഉള്ളത്. അത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന കൽബല്ല. ഇടത് ഭാഗത്തുള്ള ഒരു മാംസ കഷ്ണം ഉണ്ട്, അതിനെ കൽബ് എന്ന് പറയും. അത് മൃഗങ്ങൾ കൊണ്ട് ശവത്തിനുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന കൽബ് അതൊന്നുമല്ല. അവിടെ യുക്തിവാദിക്കറിയില്ല. അതുകൊണ്ടാണ് കൽബുകൊണ്ട് ചിന്തിക്കാൻ വരുമ്പോഴേക്കും ഇവർ പിടക്കുകയാണ്. അവർക്ക് സംഗതി മനസ്സിലായിട്ടില്ല. ചില ആളുകൾ വാദപ്രയോഗത്തിന് മറുപടി പറഞ്ഞിട്ടൊട്ട് എത്തണില്ല. സ്വൈബൈത്യമല്ല കേട്ടോ, അദ്ദേഹം പ്രോജ്വലിച്ച് താരായി ചെന്നിട്ടുണ്ട്. വേറെ ചില ആളുകൾ അതിന് മറുപടി അറിയാൻ ഞാൻ കേട്ടു. എനിക്ക് തന്നെ ഇപ്പൊ തോന്നി വയ്യാത്ത പണിക്കണോന്ന്. നമ്മളങ്ങ് രാത്രിയെ ദുഷിപ്പിച്ചാൽ ഇനി 2026 ഒരു കലണ്ടർ വന്നാൽ നീ ചാടാനുണ്ടാകുമോ? കൂടെയുള്ളവർ തുള്ളാനുണ്ടാകുമോ? ബസ് സ്റ്റോപ്പിൽ മദ്യം വിളമ്പാൻ കഴിയുമോ? സെക്സ് കൊണ്ട് നൃത്തമാടാൻ കഴിയുമോ? എത്ര ചെറുപ്പക്കാരാ അണ്ണാക്കിന് പഴുപ്പ് വന്നുകൊണ്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ആഘോഷിക്കാൻ കഴിയാതെ ആഘോഷിച്ചിരുന്നവരിൽ എത്ര പേരാ തളർന്നു കിടക്കുന്നത്? എത്ര പേരാ കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് ഈ ന്യൂ ഇയർ ആഘോഷിക്കാനില്ലാതെ 6 അടിയുടെ ആഴയിൽ പെട്ടത്? ചിന്തിക്കണ്ട മോനെ, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. മയ്യിത്താണെന്ന് ബോധം വന്നാൽ പിന്നെ എല്ലാത്തിനും ഒരു പരിധി വെക്കും. എല്ലാത്തിനും പരിധി വെക്കും. ഇന്ന ഇബാദല്ലാഹി ലൈസു ബിൽ മുതനഇമീൻ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ യഥാർത്ഥ അടിയാറുകൾ പരിധി വിട്ടുകൊണ്ട് ആഘോഷത്തിൽ ഏർപ്പെടുന്നവരല്ല എന്ന് പരിശുദ്ധ റസൂൽ. നമുക്ക് ആഘോഷിക്കാനുള്ളത് നേരത്തെ ആയത്തമ്മ പറഞ്ഞില്ലേ, അവിടെ ഉണ്ടല്ലോ ഒക്കെ എല്ലാം ഉണ്ട്. അതേ ആയത്തൊക്കെ ഉദ്ധരിച്ചില്ലേ? യതൂഫു അലൈഹിം മിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹമി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ
وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمع فيها لغوا ولا تأثيما إلا قيلا سلاما سلاما അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനോ രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ ഖുദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ കാഴ്ചക്ക് തോന്നോ നല്ല ഓഡിറ്റോറിയത്തിൽ വന്നാലും കല്യാണത്തിന് വന്നാലും മദ്രസയിൽ വന്നാലും ഗൾഫിൽ പോയാലും ഗൾഫിൽ പോയൊരു പ്രവാസിയോട് അവിടുന്ന് അറബി വയ്ക്കാണ് ഓയിനെന്താ അപ്പൊ അയാൾ പറയാണ് അറബിയിൽ തന്നെ അയാൾ പറയാണ് മാഫി മാലു എന്ന് പറഞ്ഞാൽ വലിയ വലിയ അഞ്ച് മജുനു എന്നെ ആട്ടി പറഞ്ഞേക്കോ അതുണ്ടായി അവിടെ നിൽക്കാൻ പറ്റൂല. എവിടുന്നാ വരുന്നതെന്നുള്ളതിന് മറുപടി ഉണ്ടാണോ? എന്തിനാ വന്നതെന്നുള്ളതിന് മറുപടി ഉണ്ടാണോ? ഇനി എവിടേക്കാ പോണെന്നുള്ളതിന് മറുപടി ഉണ്ടാണോ? ഇത് എവിടെ അങ്ങനെയാണ്? ഞാൻ യുക്തിവാദിയോട് ചോദിക്കുകയാണ്, ദുനിയാവ് നമ്മുടേതല്ലല്ലോ. ദുനിയാവ് ഈ പ്രപഞ്ചം, ദുനിയാവ് തന്നെ തിരിയാതെ പോണ്ട, ഈ പ്രപഞ്ചം സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? അതെ ഞങ്ങൾ ചോദ്യം. സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവാണോ? സൃഷ്ടാവില്ലാത്തൊരു സൃഷ്ടിയെ പറഞ്ഞതാ എവിടെ ഉണ്ട്? ഇത് സൃഷ്ടിയാണോ സൃഷ്ടാവ് ഉണ്ടാവണം? ഇനി സൃഷ്ടാവാണോ? ഇത് തന്നെയാണോ സൃഷ്ടാവ്? ഖാലിഖ് തന്നെയാണോ? നിന്നെയും സൃഷ്ടിച്ചത് തന്നെയാണോ? എന്ത് ബുദ്ധികേട് ശൂന്യതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സൃഷ്ടാവല്ല, സൃഷ്ടിയാണ്. കാരണം ശാസ്ത്രീയമായിട്ട് തന്നെ പല ആളുകളും من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسرا ثم أماته فأكبرا ثم إذا شاء أنشرا. ആനയെ പറഞ്ഞു, ആടിനെ പറഞ്ഞു, ഉറുമ്പിനെ പറഞ്ഞു, തേനീച്ചയെ പറഞ്ഞു, പക്ഷെ മെറ്റീരിയൽ പറഞ്ഞില്ല. മനുഷ്യനെ പറഞ്ഞപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞൊഴിയാതെ കൃത്യമായ മെറ്റീരിയലും സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളും വളരെ കൃത്യമായി വ്യക്തമായി വൃത്തിയായി പറഞ്ഞു. എന്തേ കാരണം? മറുപടി പറ. നമ്മൾ എന്താ കാട്ടില് ജീവികൾക്കിടയിൽ ഒരിക്കലും തന്നെ ഇലക്ഷൻ വേണ്ടല്ലോ, പോലീസ് വേണ്ടല്ലോ. നമ്മൾ പറയാണ് കാട്ടിലെ രാജാവ് സിംഹാണെന്ന്. സിംഹത്യുൽപാദനമാണോ? ഒറ്റ പ്രസവത്തിൽ 200 കുത്യുൽപാദനമാണോ? ഒറ്റ പ്രസവത്തിൽ 200 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന മത്സ്യത്തെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. കടലിൽ ഒറ്റ പ്രസവത്തിൽ എത്ര കുട്ടികള്? 200 പ്രസവിക്കുന്ന മത്സ്യമുണ്ട്. അപ്പൊ പ്രത്യുൽപാദനവുമല്ല മത്സ്യത്തിന്റെ പ്രത്യേകത. തടിയല്ല, മസിലല്ല, ഓട്ടമല്ല, ചാട്ടമല്ല, ശബ്ദം നമ്മളെക്കാൾ ഉഷാറായിട്ട് ശബ്ദം ഉണ്ടാക്കൂലേ, സംസാരിക്കൂല എന്നല്ലേ ഉള്ളൂ. മനുഷ്യന്റെ പ്രത്യേകത എന്താ? അത് പറ. എന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രത്യേകത ഉള്ള മനുഷ്യന് ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയുള്ള മനുഷ്യന് എന്തിനാ നിയന്ത്രണം? മതം നിങ്ങൾ ഒഴിവാക്കണേ നിയന്ത്രണം ഇഷ്ടപ്പെടാത്തോണ്ടല്ലേ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കാൻ ലോകത്ത് ഏതെങ്കിലും ഒരു ബുദ്ധിജീവി എന്ന് സ്വയം കൊട്ടിക്കൊഴിച്ച് ബുദ്ധിയില്ലാതെ, യുക്തിവാദി എന്ന് സ്വയം കൊട്ടിക്കൊഴിച്ച് യുക്തിയില്ലാതെ യുക്തിവ്യാധിയായി മാറിയ ഏതെങ്കിലും ഒരാൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നിയന്ത്രണമില്ലാതെ ഏതെങ്കിലും ഒരു മണ്ണിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? നിയന്ത്രണമല്ലോ പ്രശ്നം. ഇന്ത്യയിൽ നിയന്ത്രണമല്ലേ? കേരളത്തിൽ നിയന്ത്രണമല്ലേ? മഹലിൽ നിയന്ത്രണമല്ലേ? വീട്ടിൽ നിയന്ത്രണമല്ലേ? ബെഡ്റൂമിൽ നിയന്ത്രണമല്ലേ? ഓരോരുത്തർക്ക് തോന്നുന്ന ശീലാണോ ഇവിടെയൊക്കെ ചെയ്യാ? നിയന്ത്രണമല്ലേ? ഗൾഫ് പോയ നിയന്ത്രണമല്ലേ? അപ്പൊ ഈ നിയന്ത്രണം ആര് വെക്കണം? ഇവിടെയാണ് നമ്മളെ തമ്മിൽ തർക്കം. നമ്മൾ പറയണത് മനുഷ്യൻ വെച്ചാൽ പോരാ. അതിന് മനുഷ്യന്മാര് നിയന്ത്രണം വെച്ചാൽ എനിക്ക് തോന്നുന്നാവില്ല നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് തോന്നുന്നാവില്ല എനിക്ക് തോന്നുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോ നിയന്ത്രണം വെക്കണം. ആ വെച്ച നിയന്ത്രണ വ്യവസ്ഥയുടെ പേരാണ് അൽ ഇസ്ലാം. അപ്പൊ നിങ്ങൾ വേറെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ തള്ളോ? ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തുക്കളായ അച്ഛനോട്, വേണ്ട എനിക്ക് അച്ഛനോടും ഈ കൃഷ്ണകുമാരൻ്റെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ വരുമ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് മുഖത്തൊക്കെ ഉമ്മ വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇറങ്ങിപ്പിരിഞ്ഞ്. ഇറങ്ങുമ്പോൾ അവർ പറഞ്ഞു കരഞ്ഞു. എച്ച് എം അടക്കം ഈ കുറച്ച് പ്രായമുള്ള ആ സ്ത്രീ അടക്കം കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഇത്ര ഒരു രസകരമായ യാത്ര ഇന്ന് വരെ കിട്ടിയില്ല. ഞങ്ങളൊരു കുടുംബം പോലെയായി. അതിനൊക്കെ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഖുർആനെ കാണുന്നത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് അവിടെ വരും? നിങ്ങളെ ബൈബിള് ഒരർത്ഥത്തിൽ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഏതർത്ഥത്തിൽ? അത് ഞാൻ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഈസാ നബിക്ക് മുൻകാലത്തെ ഇറക്കിയതാവാം. ഋഗ്വേദം, മഹാഭാരതം, ഭവിഷ്യൽ പുരാണം, ഉപനിഷത്തുക്കൾ, അല്ലോപനിഷത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ചില ആളുകൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉപനിഷത്ത് എന്നാണ്. ഞാൻ അതൊന്നും ഗണ്യമായിട്ട് പറയല്ല. അപ്പൊ അതൊക്കെ മുൻകാലത്തുള്ള ഏതോ അമ്പിയാക്കൾക്ക് ഇറക്കി കൊടുത്തതാണ് എന്നും ഗണ്യതായി പറയല്ല. ആവാം.
എനിക്കത് വിഷയമല്ല. പക്ഷേ ഞാൻ പറയുന്നത് അവിടെ പടച്ചോൻ ഫൈനലാക്കി തീരുമാനിച്ച് ഉറപ്പിച്ച് ഇറക്കി കൊടുത്തൊരു ഗ്രന്ഥമുണ്ട്, അൽ ഖുർആൻ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. മൈത്രയാൻ അടുത്ത കാലത്ത് തൊടുത്തുവിട്ട ഒരു വിടുവായുത്വമുണ്ട്. ഖുർആനിൽ മനുഷ്യന് ഉപകാരമുള്ള ഒരു സംഗതിയെങ്കിലും ഉണ്ടോ എന്ന് തെളിയിക്കുമോ എന്ന് ആ കട്ടുമീശക്കാരൻ ഖുർആന് വായിച്ചിട്ടില്ല. അദ്ദേഹത്തിനൊട്ട് വായിക്കാൻ കഴിയുകയുമില്ല. ഏതെങ്കിലും ആളുകൾക്ക് അധ്വാനിക്കാതെയോ വെളിച്ചം കിട്ടാതെയോ വഴങ്ങുന്ന ഗ്രന്ഥമല്ല പരിശുദ്ധമായ ഖുർആൻ. എന്റെ സ്നേഹനിധിയായ ശുഹൈബ് ഹൈതമി അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് ഒരു ശാസ്ത്ര ഉസ്മാൻ ദിൽ കറമി അല്ലാഹു വഅല അലിയു ഉസ്മാൻ ദിൽ കറമി സദി സഈദിൻ സുബൈരിൻ തൽഹാത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നിയു ഫി നാശിരിൽ കറമി അല്ലാഹു ഉബൈദത്തിൻ വബ്നിയു ഫി നാശിരിൽ കറമി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മാ قاصدنا واغفر لنا ما مضى واسع الكرم الله واغفر لنا ما مضى واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الله على حبيبك خير الخلق كلهم. ഈ മാസം സിദ്ദീഖ് എന്നവരെ വിട വാങ്ങിയ മാസമാണ്. അവരെ ബർക്കത്ത് ഈ സാസിൽ അള്ളാഹു തരട്ടെ. സിദ്ദീഖ് എന്ന പിതാവാണ് മസ്ലഹത്തിന് വരുന്നത്. റൂമിലെത്തി. ഒരു ഭാഗത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, മറ്റു ഭാഗത്ത് മോള് ആയിഷ ഉമ്മ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല ഭാര്യയോട് ചോദിച്ചു, ആരാണ് വിഷയം അവതരിപ്പിക്കുന്നത്? അതിലൊക്കെ എന്തൊരു മാതൃക എന്ന് പറയുക. നിങ്ങൾ മുഷാവറ കണ്ടോ? നിങ്ങൾ പിണങ്ങിക്കുമ്പോഴാണ് മുഷാവറ. ആരാണ് ഇപ്പോൾ വിഷയം അവതരിപ്പിക്കണമെന്ന് വെച്ച്. അപ്പോൾ ആയിഷ പേര് മറുപടി പറഞ്ഞു, നിങ്ങൾ അവതരിപ്പിച്ചാല് ഉള്ളതായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എങ്ങനെ ഉള്ളതായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ഒരൊറ്റ അടിയാണ് മോന്തക്ക്. ആയിഷാബി അടിൻ്റെ ഓക്കിൽ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് മറിഞ്ഞ് വന്ന് വീണത് റസൂലുള്ളാഹിന്റെ മടിക്ക. അതോടെ മസലത്തായും ചെയ്തു. അപ്പൊ ഹബീബ നബി ഒറ്റ പിടുത്ത കൂട്ടി പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ പിടിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ അടിയും പൊട്ടിന്നില്ലേന്ന് വെച്ചു. ആന്ന് പറഞ്ഞു. അതന്നെ മസലത്ത്. ഈ ആൾക്ക് ലോകത്ത് ഈ ആളപ്പുറത്തൊന്നുമില്ല. സിദ്ദീഖ് എന്നവർ ഇല്ലാത്ത അവസ്ഥയാണ് പല ചരിത്രത്തിലും. ഞാൻ അവരെ ബർക്കത്തിന് വേണ്ടിയത് ഒരു മദ്ഹിന്റെ സാഹസം കൂടി ആവട്ടെ ഇൻഷാൽ. വെറും ചോദ്യം മറുപടി മാത്രമല്ലല്ലോ, ഒരു മദ്ഹിന്റെ സാഹസമാണ്. ഞാൻ ചില കാര്യങ്ങൾക്കൊക്കെ ചില ആളുകൾ എന്നോട് വിളിച്ചു ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന് മൈത്രയാൻ്റെ ഞാൻ പറയണു, ബാ എന്ന അക്ഷരം മുതൽ സീൻ എന്ന അക്ഷരം വരെ മനുഷ്യന് ഉപകാരമുള്ളതാണ്. ഞാൻ തെളിയിക്കും. ഞാൻ വെറുതെ ഉണ്ടാക്കില്ല. ഖുർആനിലെ അക്ഷരങ്ങൾ ഇട്ടിട്ട് പ്രസംഗിക്കാൻ കഴിയും. അതിനായിട്ട് കിതാബുണ്ട്. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എനിക്ക് വയറ് നിറച്ച് ഉണ്ണുന്നവന് നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോ ആ അയൽവാസി മുസ്ലിം ആകണമെന്ന വ്യവസ്ഥ വെച്ചിട്ടില്ല. നിന്റെ അയൽവാസി അയ്യപ്പനാണെങ്കിലും പറങ്കോടനാണെങ്കിലും ലക്ഷ്മിയാണെങ്കിലും താമിയാണെങ്കിലും ജോസഫ് ആണെങ്കിലോ നീ വയറ് നിറച്ച് ഉണ്ടിട്ട് എമ്പക്കം വിട്ടുകൊണ്ട് കിടക്കുമ്പോ അയൽവാസിയുടെ വീട് പട്ടിണിയാണെങ്കിലോ നിന്റെ ആഖിറം നഷ്ടപ്പെടുന്നതാണ് മോനെ. ഇത് ആര് പറഞ്ഞതാ? നബിയുനാ റസൂലുള്ളാഹി. പിന്നെ ഒരു വല്ലാത്ത വിളിയാണ്, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഈ വിളിയോടുകൂടി മാനവികതയുടെ വിശാലമായ മൈതാനത്തായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും എന്നിട്ടാ പറയണ മനുഷ്യന് ഉപകാരമുള്ള ഒരാഴ്ത്തില്ല. എല്ലാ അക്ഷരങ്ങളും അങ്ങനെയല്ലേ. പിന്നെ മൈത്രയാൻ എ ക്ലാസ് കത്രികയാണ്. മാനവികതയെ കീറിമുറിക്കുന്ന കത്രികയിൽ നിന്ന് വന്ന വിടിവായുത്തങ്ങൾക്ക് സമയം പോക്കേണ്ട കാര്യം എനിക്കുമില്ല. ഞാൻ പിന്മാറണം. മദഹിലേക്ക് കടന്ന് ഒരു സംശയിപ്പിക്കുകയാണ്. വസ്വാസ് ഖുർആൻ അവസാനിപ്പിക്കേണ്ടത് തന്നെ അങ്ങനെയാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഇവിടെ ഉലമാണ്ട് അവർക്കറിയാം യുവസ്വിസ് മുലാരിയ ഫെയിലാകുമ്പോൾ അതിന് ഇസ്തിംറാർ വേണമെന്ന് പറഞ്ഞാൽ എപ്പോഴും വസ്വാസ് ഇവിടെ ഉണ്ടാവും. വസ്വാസ് എന്ന് ലോകം നീങ്ങൂല. നിനക്ക് സംശയമുണ്ടോ? പഠനബോധത്തോടെ വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ പറയാൻ തയ്യാറാണ്. പക്ഷെ സംശയം മനസ്സിൽ വെച്ചിട്ട് അത് നിഷേധമായി പിന്നെ എക്സ് മുസ്ലിം എന്ന് പറയാം. എക്സ് മുസ്ലിം എന്ന് ആരെങ്കിലും പറയോ? ബുദ്ധിയുള്ളവന്
എക്സ് മുസ്ലിം എന്ന് പറ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമും മുസ്ലിമും ഇവർക്ക് അഭിമാനാണെന്നാണ്. പിന്നെ ഇസ്ലാമിനെ കളിയാക്കാൻ പാടില്ല. എക്സ് ഇട്ട് പറഞ്ഞാൽ നിന്റെ മനസ്സിന്നത് പോയിട്ടില്ല എന്നാ. ഏതുപോലെ ഇപ്പൊ ഒരാൾക്ക് നേരത്തെ ഭ്രാന്തുണ്ടായി, അത് മാറിയാൽ എക്സ് ഭ്രാന്തെന്ന് പറയാം. ഒരാൾ നേരത്തെ വ്യഭിചാരിയാണ്, പിന്നെ തൗബ ചെയ്ത് മടങ്ങി, എന്നാ പിന്നെ മൂപ്പരെ കുറിച്ച് എക്സ് വ്യഭിചാരി എന്ന് പറയോ? എന്താ പറയാത്തത്? ആ വ്യഭിചാരി ഭ്രാന്തൻ എന്ന വാക്കിനോട് അലർജിയാണ്. അപ്പൊ നിനക്ക് ഇസ്ലാമിനോട് അലർജി ഉണ്ടെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറയരുത്. ഇപ്പോഴും കുംഭ വീർപ്പിക്കാൻ വരുമാനം ഉണ്ടാക്കുന്നത് ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. എക്സ് മുസ്ലിം, എക്സ് MLA എന്നൊക്കെ പറയുമ്പോൾ മുമ്പിരിക്കാനുള്ള സ്റ്റാൻഡാണ് എക്സ് മുസ്ലിം. ഇപ്പോഴും അയിമലല്ലേ ഇരുന്ന് ഓടുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ പറയാറുണ്ട്. നിങ്ങളൊക്കെ ഇതിൽ നിന്ന് പോയ മാലിന്യങ്ങൾ നോക്കിയിട്ട് എക്സിട്ട് പറയാൻ പാടില്ല. ആരെങ്കിലും മൂത്രം നോക്കിയിട്ട് എക്സ് ജ്യൂസ് എന്ന് പറയോ? ടോയ്ലറ്റിന്റെ കുഴീൻ്റെ അവിടെ പോയിട്ട് ഇവിടെ കുറെ എക്സ് പൊറാട്ട എടുക്കുന്നുണ്ട്, ബിരിയാണി എടുക്കുന്നുണ്ടെന്ന് പറയോ? മാലിന്യങ്ങളൊന്നും എക്സിട്ട് വിളിക്കല്ലേ. നീ നിന്റെ രീതിയിൽ പരിചയപ്പെടുത്ത്, എന്നിട്ട് വിമർശിക്കാം, പക്ഷെ അപഹസിക്കരുത്, പരിഹസിക്കരുത്. കോടികൾ തലയിലേറ്റുന്ന ഒരാളെ പരിഹസിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, എന്തിനീ പണി, എന്തിനീ ജനങ്ങളുടെ ശാപം തട്ടുന്നത്? അള്ളാഹു എല്ലാവർക്കും നല്ല ബോധം കൊടുക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സദസ്സ് ദുആയിലേക്ക് പിന്മാറുകയാണ്. ഇവിടെ ഉലമാ ഉണ്ട്, സയ്യിദന്മാരുണ്ട്, നല്ല ചൂടുമുണ്ട്, വേർത്തൊലിക്കുന്നുമുണ്ട്. പുറം ലോകത്ത് ചീറ്റലിന്റെയും പൊട്ടലിന്റെയും സമയവുമായി തുടങ്ങി. രക്ഷിതാക്കളെ വീട്ടിൽ പോയി നിങ്ങളെ കുട്ടികൾ എവിടെയെന്നൊന്ന് പരിശോധിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. മദ്യഷാപ്പ് അത് ബസ് സ്റ്റോപ്പുകളായി മാറുന്ന കാലമാണ്. ഞാൻ പലപ്പോഴും ചില സ്ഥലങ്ങളിൽ വണ്ടി ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ ജമ്മും കസറാക്കാനൊക്കെ കയറുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഞാൻ യാത്ര പോകുമ്പോൾ ജമ്മും കസറാക്കാൻ ഇറങ്ങുന്ന ചില നിശ്ചിത പള്ളികളുണ്ട്. ഞാൻ ഇന്നലെ ഒരു പള്ളി ഇങ്ങനെ കണക്കൂട്ടി. ഒരു 10 കൊല്ലം മുമ്പ് അതിലൂടെ പോകുമ്പോൾ അവിടെ എഴുതിയിരുന്നു ഇവിടെ തുപ്പരുത് എന്ന്. പിന്നെ അത് എടുത്ത് മാറ്റി, കാരണം എല്ലാവരും തുപ്പാണ്. പിന്നെ ബോർഡ് മാറ്റി ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്നാക്കി. കാരണം തുപ്പരുത് എന്ന് എഴുതിയിട്ട് കാര്യമില്ല, എഴുതിയോന്ന് തുപ്പും ആൾക്കാർ. ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ബോർഡ് അവിടെ നിർത്തി മാറ്റി. പിന്നെ അവിടെ കണ്ട എന്താ നിങ്ങൾ ഇവിടെ മദ്യപിക്കരുത്, മൂത്രം ഒഴിക്കരുത് എന്നിട്ട് കാര്യമില്ല. ഇനി ഞാൻ കാണേണ്ടത് എന്താ പറയുക, ഞാൻ മദ്യപിക്കരുന്നുള്ള ബോർഡ് എടുത്ത് മാറ്റും. ഞാൻ അവിടെ എഴുതണ്ടോ ഇവിടെ കൊല നടത്തരുത്, എവിടെ നടത്തിക്കോളി, ഇവിടെ നടത്തരുത്. കുറച്ച് കഴിഞ്ഞാൽ വേറെ ബോർഡ് വരുമായിരിക്കും ഇവിടെ കൂട്ടക്കൊല നടത്തരുത്, ഒന്നൊക്കെ കൊല്ലും. പിന്നെ ഒന്നും കൂടി ബാക്കിയുണ്ടായത് നടക്കൂല, ഇവിടെ ഖിയാമത്ത് നാൾ സംഭവിക്കരുത്, നടക്കൂല. ബോർഡുകളൊക്കെ എടുത്ത് മാറ്റി, കാലം മാറി, പഴയല്ല. എൻ്റെ പ്രിയ സുഹൃത്ത് ഷുഹൈബ് പറഞ്ഞില്ലേ മൊബൈലാണ് പൊക്കേന്ന്. കഴിഞ്ഞ ചൂടുകാലത്ത് ഒരു സുഹൃത്ത് പറയാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഭാര്യയും ഭർത്താവ് ഒപ്പം ഒരു ബെഡ് കിടക്കുകയാണ്. നല്ല ചൂട്, ഇതിനേക്കാൾ ചൂട്. 2 ആളെ ചവിട്ടിൽ ഇയർഫോൺ. ഇപ്പോൾ വയറിങ് ചെയ്തിട്ടാലേ കിടക്കല്, ശരീരമൊക്കെ വയറിങ് ചെയ്തിട്ടാണ്. മര്യാദക്ക് നടക്കണവരില്ല ഇപ്പോൾ. അപ്പോൾ 2 ആളും ഒറ്റ ബെഡിൽ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് ഭാര്യൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ്, ഭർത്താവിൻ്റെ മൊബൈലിക്ക്. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ കിടക്കണ ഭാര്യ അയക്കണം, നിങ്ങൾ കുറച്ച് നീങ്ങി കിടക്കുക, എനിക്ക് ചൂടെടുക്കുന്നുണ്ടെന്ന്. കാരണം ഇത് ഒഴിവാക്കിയിട്ട് പറയാൻ വയ്യാന്ന്. ഒരു വീട്ടിൽ 40-50 ആളുകൾ ഉണ്ടാവും, പുറത്ത് 10-20 ചെരുപ്പ് ഉണ്ടാവും, പക്ഷെ വീട് നിശബ്ദമായിരിക്കും. നിങ്ങൾ എന്താ മനസ്സിലാക്കി? എല്ലാവരും യാ ലത്തീഫിന്റെ വെറുതെ വിട്ടുകയാണെന്നോ? കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒക്കെ ഇത് മറിച്ചിട്ട് അയക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചൊറിയാണ്. മുമ്പ് ഇഞ്ചക്ഷൻ അടിക്കലായിരുന്നു, കുത്തലായിരുന്നു, ഇപ്പൊ തോണ്ടല. നീ നാളെ ഇതൊക്കെ മാറിയിട്ട് ഊത്താണേ. കാരണം സാസിലൊക്കെ വന്നിരുന്ന വലിയ വലിയ മനുഷ്യന്മാർ മൊബൈൽ നോക്കി ഊതു. മന്ത്രിക്കലും ഇതിലാണെന്ന് ഞാൻ കേട്ടു. ഏതൊരു ഉസ്താദ് ഒരു ഉമ്മാമ വിളിച്ച് മോനക്ക് തലവേദനയാണെന്ന്. അപ്പൊ ഈ ഉസ്താദ് ഉമ്മാമാക്ക് പറഞ്ഞിട്ട് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് മന്ത്രിച്ചാൽ മതി. അപ്പൊ 7 ദിവസം ഓതിയിട്ട് മന്ത്രിച്ചിട്ട് 8ാം ദിവസം തലവേദന കൂടിയപ്പോ ഉമ്മാമ ഉസ്താദിനെ വിളിച്ച്, ഉസ്താദെ ആയത്തിൽ കുറിച്ചൊക്കെ ഓതിയിട്ട് മന്ത്രിച്ചു, പക്ഷെ അത് മാറിയിട്ടില്ല, കൂടുകയാണെന്ന്. അപ്പൊ ഉസ്താദ് ഉമ്മാമാനോട് ചോദിച്ചോ നിങ്ങൾക്ക് അതിന് ആയത്തിൽ കുറിച്ച് കിട്ടുമെന്ന്. ഇല്ല. പിന്നെ ഇപ്പൊ എങ്ങനെ കിട്ടാതെ ഓതി മന്ത്രിക്ക? അപ്പോഴാണ് ഉമ്മാമ പറഞ്ഞത് അത് മൊബൈലാണ്ട് ഓണാക്കും, എന്നിട്ട് ഹറമിലെ ഇമാം ആയത്തിൽ കുറിച്ച് ഓതിനാണ്ട് ഓണാക്കും. ഇമാമിന്റെ ഓത്ത് കഴിഞ്ഞ് ഓഫാക്കിയിട്ട് തള്ള ഒറ്റ ഊത്ത്, ഓത്ത് ഇമാമും ഊത്ത് ഇമാമി. ഇത് ഖിയാമത്ത് നാൾ 2 മണിയോട് അടുത്ത് നിൽക്കുന്ന സൂചി വീണാൽ നിശബ്ദതയിൽ സാഗോദം ശ്രോതാക്കളായി നിങ്ങളൊക്കെ ഈ മുത്താൽ കേട്ടുകൊണ്ട് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷുഹൈബ് ഹൈതമിയുടെ ചിന്താബന്ധുരമായ വാക്കുകൾക്കും കാതോർത്തുകൊണ്ട് പിരിയുമ്പോൾ എനിക്ക് ഒന്നേ അവസാനമായി പറയാനുള്ളൂ.
മോനെ, എനിക്ക് ഒന്നേ അവസാനമായി പറയാനുള്ളൂ. മോനെ, മോളെ, കാലം എത്ര പുരോഗമിച്ചാലും ടെക്നോളജി എത്ര വികസിച്ചാലും കണ്ടുപിടുത്തങ്ങളെ കൊണ്ട് ബഹിരാകാശത്ത് അമ്മാനമാടിയാലോ പുതിയ പുതിയ അത്ഭുതങ്ങളുടെ അന്യനിത്യ കന്യകയാ ആ പ്രഭാ പ്രോജ്വലിച്ച് നിൽക്കുന്നതാ. ആ ഖുർആന് കൊണ്ടുവന്ന ആളോ ലോകത്തെ ഏറ്റവും വലിയ സത്യസന്ധനാ, നീതിമാനാ, അറിവാളനാ, താഴ്മയുള്ളവരാ, നീതിയുടെ പൊരുളാ, സത്യത്തിന്റെ മുത്താ, നന്മയുടെ പ്രഭയാ, തിന്മയുടെ ബദ്ധവൈരിയാ, അത് മനുഷ്യരാശിയുടെ രക്ഷകനാ, അത് പ്രപഞ്ചത്തിന്റെ പ്രഭയാ, അത് ഉലകത്തിന്റെ നേതൃത്വമാ, അത് അല്ലാഹുവിന്റെ മുത്താ, അത് ലോകത്തിന്റെ സത്താ, അത് മാരിഫത്തിന്റെ വിത്താ. النبي حاضر يعلم علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 الله. ഞാൻ എൻ്റെ പ്രസംഗത്തോട് വിട പറയുന്ന സമയത്ത് ഈ മാസത്തിൽ സംഭവിച്ച ഭൂമി മൊത്തം കരയുന്ന ശോകമുഖമായ അന്തരീക്ഷത്തിൽ ഈ മാസം സാക്ഷിയായ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് മഹാനരായ സയ്യിദുൽ ഔലിയാ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ അബൂബക്കറിന് സിദ്ദീഖ് അവരുടെ സ്വദറിൽ മുത്ത് മുസ്തഫാന്റെ മഹബ്ബത്താ, അവരുടെ ഖൽബിൽ മുത്ത് മുസ്തഫാന്റെ ഓർമ്മയാ, അവരുടെ മസ്തിഷ്കത്തിന്റെ ശക്തി മുസ്തഫാ നബിയോടുള്ള ബന്ധമാ, അവരുടെ രക്തവും അവരുടെ ഊർജവും അവരുടെ കനവും അവരുടെ മനനവും അവരുടെ ചിന്തയും അവരുടെ ചെലവഴിക്കലും അവരുടെ ജീവിതവും അവരുടെ രഹസ്യവും അവരുടെ പരസ്യവും എല്ലാം ഈ വ്യക്തിത്വത്തിൽ സമർപ്പിതമാണ്. സ്വന്തം ശരീരം മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ചിലേറ്റിയ ഇതിഹാസമല്ലേ സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ്. ഗാറിഥൗറിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞതാ, അബൂബക്കറേ, പടച്ചവൻ നാളെ പരലോകത്ത് നിങ്ങളോട് സ്വർഗത്തിൽ കയറാൻ ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ പറയും ലാ അദ്ഖുലുഹാ ഹത്താ യദ്ഖുല മഈ മൻ അഹബ്ബനി ഫീ ദാരി ദുനിയാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹ് എന്നെ നെഞ്ചിലേറ്റിയ കുറെ ആളുകളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, എന്റെ പേരിന്റെ മുമ്പിൽ കരഞ്ഞവരുണ്ട്, മനം പൊട്ടിയവരുണ്ട്, പണം കൊടുത്തവരുണ്ട്, പ്രകീർത്തനം കേട്ടവരും പറഞ്ഞവരും സംഘടിപ്പിച്ചവരുമുണ്ട്. ദുനിയാവിൽ എന്നെ നെഞ്ചിൽ വഹിച്ച് നടന്നവർ മുഴുവനും എന്റെ കൂടെ ഇല്ലാതെ ഈ പാവപ്പെട്ട അബൂബക്കർ സ്വർഗത്തിൽ കയറൂല എന്ന് പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നെഞ്ചിലേറ്റിയ പെങ്ങള്, സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മോളെ ആവേശം കൊണ്ട് തർളിയത്ത് ചൊല്ലിയ പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന്റെ ഉദ്യാനത്തിൽ മണിക്കൂറുകളോളം ചൂട് സഹിച്ചുകൊണ്ടിരുന്ന പെങ്ങള്, ഇൻഷാ അല്ലാഹ് ഈ പ്രയാണം സ്വർഗത്തിലേക്കാ, അതിനാ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, സിദ്ദീഖുൽ അക്ബറിനെ നെഞ്ചിലേറ്റ് സ്വർഗ സൗഭാഗ്യം സ്വന്തമാക്കുന്ന സദ്ഗുണ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ആ വേർപാടിന്റെ സമയത്ത് സിദ്ദീഖ് എന്നവർ കൂടെയുള്ളവരോട് ചോദിക്കുകയാ, അയ്യോ മിൻ ഹാദാ, ഇത് ഏതാണ് ദിവസം കൂട്ടുകാരാ? കൂടെയുള്ളവർ പറഞ്ഞു, യൗമുൽ ഇത്നൈൻ, ഇത് തിങ്കളാഴ്ചയാണ് അബൂബക്കറേ. തിങ്കളാഴ്ചയാന്ന് കേട്ടപ്പോൾ ആവേശത്തോടെ അബൂബക്കർ സിദ്ദീഖ് പറയുകയാ, ഫൈദാ അന മിത്തു ഫീ ലൈലത്തി ഹാദിഹി ഫലാ തൻതലറു ബി ഇലൽ ഗദി ഫഇന്ന അഹബ്ബൽ ലയാലി ഇലയ്യ അഖറബുഹാ മിൻ റസൂലില്ലാഹ്.
പകലിലേക്ക് എന്നെ മയ്യത്ത് കബറടക്കാൻ നീട്ടിവെക്കല്ലേ. കാരണം ഈ രാത്രിയിലാണ് എന്റെ മൗത്തെങ്കില്, ഈ രാത്രിയിലോ ഈ മദീനയിൽ ഭരണം നടത്തുന്ന ദിനരാത്രത്തേക്ക് നീട്ടല്ലേ. പോരാ, സിദ്ദീഖുൽ അക്ബർ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാ. ഞാൻ ഇന്നങ്ങ് മരിച്ച് എന്നെ മറമാടപ്പെടാൻ നിങ്ങൾ എന്റെ മയ്യത്തും വഹിച്ചു കൊണ്ടുപോയാൽ, റസൂലുള്ളാഹിന്റെ ഖബറിലെത്തിയാൽ ഹബീബിന്റെ ഖബറിലേക്ക് നോക്കി നിങ്ങളൊരു കാര്യം പറയണേ, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഈ താങ്ങി വന്നത് അങ്ങയുടെ വലം കൈയായ, അങ്ങയുടെ സ്നേഹിതനായ, അങ്ങയുടെ തോഴനായ അബൂബക്കറിനെയാണ് നബിയേ. എന്ത് ചെയ്യണം ഞങ്ങളെന്ന് റസൂലുള്ളാഹിനോട് ഖബറിലേക്ക് നോക്കി ചോദിച്ച മുസ്തഫ നബിയുടെ പ്രതികരണം കിട്ടിയാൽ എന്നെ മറമാടിയാൽ മതിയേ. സഹാബാക്കൾ അങ്ങനെ തന്നെ ചെയ്തു എന്ന് ഇമാമിങ്ങൾ ഉദ്ധരിക്കുകയാ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്ത് വഹിച്ചുകൊണ്ട് പരിശുദ്ധമായ റൗളയിലെത്തിയിട്ട് അവിടെ ഇറക്കി വെച്ചുകൊണ്ട് സഹാബാക്കൾ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അബൂബക്കറിൻ എന്ത ബാബിക യാ റസൂലല്ലാഹ്, അബൂബക്കർ അങ്ങയുടെ അരികിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട മയ്യിത്ത് ഞങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട് നബിയേ. എന്ത് ചെയ്യണം നബിയേ? ഫനൂദിയ മിൻ ഖബരി റസൂലില്ലാഹ്, മുസ്തഫ നബിയുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിയാളം വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. സ്നേഹിതനെ സ്നേഹിതരിലേക്ക് നിങ്ങൾ ഇറക്കി വെച്ചോ എന്ന് ഹബീബിന്റെ സമ്മതം കിട്ടിയിട്ടാണ് സിദ്ദീഖ് എന്നവർ റൗളയിൽ കിടക്കുന്നത്. മദീനയിൽ പോകുമ്പോൾ ഓർക്കണേ, മനസ്സറിഞ്ഞ് സലാം പറയണേ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരു മരണമുണ്ട്. കലണ്ടർ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്രയും മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മുമ്പിൽ എത്രയാണ് നമുക്കുള്ള ആയുസ്, എത്രയാണ് വെള്ളം, എത്രയാണ് വായു, എത്രയാ വെളിച്ചം, എത്രയാ ശ്വാസം നമുക്കറിയില്ല. ഈ എല്ലാ ശ്വാസങ്ങളും അന്ത്യശ്വാസം കെലിമ ചൊല്ലി ആശ്വാസമാകാനാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഗതകാല അധ്യായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി പാകപ്പിഴവുകളെ കണ്ണീരുകൊണ്ട് തുടച്ച് വെടുപ്പാക്കി ഹൃദയം പളുങ്ക് സമാനം സുന്ദരമാക്കി അതിൽ ഇന്ന് രാത്രിയിൽ പ്രണയത്തിന്റെ മഷി കൊണ്ട് എഴുതി വെക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹുബ്ബുൻ നബിയ്യി വമദ്ഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈൽ ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു ഹബീബിന്റെ വ്യക്തിത്വത്തിൽ ലയിച്ചുകൊണ്ട് ആ മഹബത്തിൽ കിടന്ന് ആ മഹബത്തിന്റെ ആസ്വാദനത്തിൽ നല്ലൊരു സമയത്ത് സ്വർഗം കണ്ട് ചിരിച്ച് കലിമ ഉറക്കച്ചൊല്ലി മരിക്കണ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ.